കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് തുറന്നു നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പാത ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോടെ ദേശീയപാതയിലെ നീണ്ടനാളത്തെ ഗതാഗത കുരുക്കിനാണ് പരിഹാരമാവുക. 1300 കോടിയാണ് നിർമ്മാണ ചെലവ്. NH-66 മുക്കോല മുതൽ തമിഴ്നാട് വരെയുള്ള ദേശീയപാതയുടെ ഉദ്ഘാടനം ഇന്നുണ്ടാകും. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓൺലൈനായി ഈ പാത നാടിനായി സമർപ്പിക്കുന്നത്. എത്ര മണിക്കാണ് ചടങ്ങ്? ഔദ്യോഗികമായ ചടങ്ങിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഉദ്ഘാടനം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികസനത്തിന്റെ ഒരു മാറ്റമാണ് ഈ കണ്ണൂരിൽ ഈ ഒരു സമയത്ത് വരാൻ പോകുന്നത്. അതായത് 1300 കോടി രൂപ ചെലവിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ആ ഒരു ബൈപ്പാസ് നിർമ്മിക്കുന്നതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ തലശ്ശേരിയിലോട്ട് മാഹി വരെ പോകുവാനുണ്ടായിരുന്ന ഗതാഗത തടസ്സം ഏകദേശം തന്നെ പൂർണ്ണമായി തന്നെ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് അടക്കം എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുക ആ ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് എങ്ങനെയാണ് ഇപ്പോൾ വികസനങ്ങൾ മോദി സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതെന്നോട് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് 1300 കോടി രൂപയാണ് ഈ പാലത്തിനായി നിർമ്മാണ ചെലവുണ്ടായിരിക്കുന്നത്. 18.6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാതയുടെ നീളമുള്ളത്. മാത്രമല്ല, ഏകദേശം 40 മീറ്റർ വീതിയിലും ഈ പാലം നിർമ്മിച്ചിരിക്കുന്നു. ഈ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നു. അത്തരത്തിൽ 40 വർഷത്തെ, ഏകദേശം 40-ലധികം വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു പാത ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. ഇതിലൂടെ തലശ്ശേരിയിലുള്ള ആ ഒരു ഗതാഗത തടസ്സവും അതുപോലെ തന്നെ മാഹിയിലുള്ള ഗതാഗത തടസ്സവും മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരു സാഹചര്യത്തിൽ തലശ്ശേരിയിലും അതുപോലെ തന്നെ മാഹിയിലും ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ജനങ്ങളാകെ ഒരു ആകാംക്ഷയാണ് ഇത്തരത്തിലുള്ള പാത വരിക എന്നുള്ളത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് സർക്കാർ അടക്കം ഭരിച്ചിരുന്ന ആ സമയത്തും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചെങ്കിലും ഇതിനുള്ള ആ ഒരു തറക്കല്ലറ പദ്ധതി പോലും അതിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. എന്നാൽ പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനെ തുടർന്ന് പിന്നീട് ഇത്തരത്തിലുള്ള ദേശീയപാത വികസനങ്ങളെല്ലാം വേഗത്തിലാക്കുകയും അതിലൂടെ ആ ഒരു സാഹചര്യത്തിൽ കടന്നു വന്നപ്പോഴാണ് ഇത്തരത്തിൽ ദേശീയപാത മാഹി ദേശീയപാതയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബൈപ്പാസ് നിർമ്മിക്കുക എന്നുള്ള ഒരു ആശയം ഉണ്ടായത്. അതായത് അത്തരത്തിൽ ഒരു 20 മിനിറ്റോളം യാത്ര കുറച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതായത് നേരത്തെ തന്നെ ഒരു മണിക്കൂർ വേണ്ടിയിരുന്ന യാത്ര ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിൽ താഴെ 20 മിനിറ്റോളം മതിയാകും ഈ ഒരു തലശ്ശേരിയിൽ നിന്നും അതുപോലെ തന്നെ മാഹിയിൽ എത്തിപ്പെടുവാൻ വേണ്ടി. മുഴപ്പിലങ്ങാട് മുതലാണ് ഈ ഒരു ദേശീയപാത ആരംഭിക്കുന്നത്. മുഴപ്പിലങ്ങാട് മുതൽ ആരംഭിച്ച് ബൈപ്പാസ് പിന്നീട് അത് മാഹിയിലെ അഴിയൂർ വരെ എത്തുന്നുണ്ട്. അതിൽ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മാഹി അഴിയൂരിൽ എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം ഉണ്ടാവുക. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരും ഇതിൽ പങ്കെടുക്കും. ശരി, ഏതായാലും അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി തലശ്ശേരി മാഹി ബൈപ്പാസ് എന്ന നാടിനെ സമർപ്പിക്കുക.